ഈ സ്കൂൾ റീഓപ്പണിങ്ങിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഗുരുനാഥന്മാരോട് നമ്മുടെ സമീപനത്തിൽ ഒരു മാറ്റം ഉണ്ടാകണ്ടേ? തികച്ചും അധ്യാപകർക്ക് വേണ്ടി തനതായ രീതിയിൽ ശാസ്ത്രീയമായ അടിത്തറയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കണമെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഇൻവിസിബിൾ ആയിട്ടുള്ള ബാക്ക് പില്ലേഴ്സ് ആണ് നമ്മുടെ അധ്യാപകർ. സ്കൂൾ തുറക്കുമ്പോൾ ഒന്നാമതിരിക്കാൻ രക്ഷകർത്താക്കൾ നിങ്ങളെ പരിശീലിപ്പിക്കുകയും നല്ല കൂട്ടുകാരോട് കൂട്ടുകൂടാൻ പരിശീലിപ്പിക്കുകയും സ്നേഹമുള്ള ടീച്ചേഴ്സിനെ തിരിച്ചറിയാൻ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ കുഞ്ഞായാലും വലുതായാലും പ്രത്യേകിച്ച് പ്രിപ്പറേറ്ററി സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളും നിങ്ങളുടെ ഹയർ സെക്കൻഡറി സ്റ്റേജിലെ കുട്ടികളും ടീച്ചേഴ്സിനെ തിരിച്ചറിയാനും ടീച്ചേഴ്സിനെ അടുത്തറിയാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ഈ വെൽബീയിങ് സർവേ 2024 ഒരു പേപ്പർ, ഏതാണ് എനിക്ക് തോന്നുന്നു 24 32 ഒരു പേജ് വായിച്ചതിപ്പോൾ സ്റ്റുഡൻറ് ലേണിംഗ് സാറ്റിസ്ഫാക്ഷൻ, അതായത് എഡ്യൂക്കേറ്റർ എഡ്യൂക്കേഷനിലെ ലേണർ എഡ്യൂക്കേറ്റർ സർവേയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ക്ലാസ് റൂം മാനേജ് ചെയ്യുന്നതിന് ടീച്ചേഴ്സിന് 25% കഴിയുന്നുള്ളൂ എന്നതാണ്. കാരണം നമ്മുടെ കുഞ്ഞുമക്കളും പാരൻസും മനസ്സിലാക്കാനുള്ളത്, ടീച്ചേഴ്സ് പഠിച്ച സൈക്കോളജിക്കൽ പാഠങ്ങളല്ല അവരിന്ന് കാണുന്ന കുട്ടികൾ. അപ്പോൾ ക്ലാസ് റൂം മാനേജ് ചെയ്യുന്നത് 25%, 23% പുതിയ ടെക്നോളജി മാനേജ് ചെയ്യാൻ ടീച്ചേഴ്സ് വൈബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇൻക്ലൂസീവ് ക്ലാസ്, അതായത് മെന്റലി ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുഞ്ഞുമക്കളെയോ അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുമക്കളെയോ ഒക്കെ തന്നെ, അതായത് ഇൻക്ലൂസീവിന് ഉള്ളിൽ ഏതൊക്കെയാ വരുന്നത് അവരെ മാനേജ് ചെയ്യണം എന്നത് പുതിയതെന്നല്ല, കാലങ്ങളായിട്ടുള്ള റൂളാണ്. ഒരു സ്കൂള് ഹോളിസ്റ്റിക് ആയിരിക്കണം, ഇൻക്ലൂസീവ് ആയിരിക്കണം എന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട് എങ്കിൽ അതിൽ 2-3 കുട്ടികൾ ഇൻക്ലൂസീവ് ആണ് എങ്കിൽ, അതായത് സ്പെഷ്യൽ ഏബിൾ ആണെങ്കിൽ, സ്പെഷ്യലി ചലഞ്ചഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ചലഞ്ചഡ് ആണ്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് എങ്കിൽ, ഈ കുഞ്ഞുമക്കൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എങ്കിൽ ഒരു അധ്യാപികയ്ക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ സപ്പോർട്ടോടു കൂടി ആ സ്കൂൾ സംവിധാനം അധ്യാപികയെ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ എൻ്റെ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങൾ 20-24 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ മെജോറിറ്റി സ്കൂളുകളിലും പേപ്പറുകളിൽ മാത്രമാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉള്ളത്. അതായത് ഇൻക്ലൂസീവ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സോ ഇൻക്ലൂസീവ് ടീച്ചേഴ്സോ ഉള്ളത് അഫിലിയേഷൻ സർട്ടിഫിക്കറ്റുകളിൽ മാത്രമാണ്. അപ്പൊ ഇതെല്ലാം വേറേണ്ടി വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരാണ് എന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്ന പലരും ഹൈപ്പർ ആക്റ്റീവ് ഓർ ADHD എന്നൊക്കെ പറഞ്ഞ് ഓമന പേരിൽ വെറുതെ കുസൃതിയുള്ള മക്കളെ പോലും സ്റ്റാമ്പ് ചെയ്യുന്ന ഒരു കുട്ടിയെങ്കിലും ക്ലാസ്സിലുണ്ട് എങ്കിൽ ഒരു ലേണിംഗ് ഡിസബിലിറ്റി മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന ട്രെയിനിങ് ഏതെങ്കിലും ഒരു 3 മണിക്കൂർ ട്രെയിനിങ് കിട്ടിയത് കൊണ്ടൊരു ടീച്ചർക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയണമെന്നില്ല. ഒരു പാരന്റിനെ സംബന്ധിക്കുമ്പോൾ എല്ലാവരും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ കുഞ്ഞുമക്കളെ കൊണ്ടുപോകുമ്പോൾ പറയും, അവരുപയോഗിക്കുന്ന ഭാഷ ഞാൻ പറയുകയാണ്, നോർമൽ സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് പറയും. അബ്നോർമൽ അല്ല ഈ കുട്ടികൾ. എന്നാലും ഒരു തെറാപ്പിസ്റ്റ് പറഞ്ഞു വിടുന്നത് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴാണ് സംസാരശേഷി കൂടുതൽ എടുക്കുന്നത്, കൊഗ്നിഷൻ കറക്റ്റ് ആവുന്നത്, സാധാരണഗതിയിലുള്ള എല്ലാ ക്വാളിറ്റികളും കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്മെന്റൽ സ്റ്റേജിൽ വരുന്നത് എന്ന് പറയാറുണ്ട്. അപ്പോ ഒരു പാരന്റിനെ സംബന്ധിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? തൻ്റെ കുഞ്ഞ് നല്ലപോലെ എല്ലാ കുട്ടികളുമായി മിങ്കിൾ ചെയ്യുന്ന സോഷ്യോ ഇമോഷണൽ ലേണിംഗ് വേണം, അവൻ ഇൻക്ലൂസീവ് സ്കൂളിൽ പഠിക്കണം എന്നതാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായും തൻ്റെ കുട്ടിക്കുള്ള ചില കുറവുകളെ സ്കൂൾ മാനേജ്മെന്റ് അറിയാതെ അവർ അവിടെ കൊണ്ടുവന്ന് സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കും. അപ്പൊ സ്കൂൾ അഡ്മിഷനാണ് വലുത് എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് ആണ് എങ്കിൽ ബഹുഭൂരിപക്ഷം മാനേജ്മെന്റും അഡ്മിഷൻ എടുക്കാൻ നോക്കും. ആ മാനേജ്മെന്റ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും? പാരന്റൽ പ്രഷർ കൊണ്ടോ എൻട്രൻസിന് കുറച്ചൊക്കെ സപ്പോർട്ടീവ് കൊടുത്തുകൊണ്ടോ ആ കുട്ടിയെ, എനിക്ക് അത്തരം സ്കൂളുകൾ ഒരുപാട് എനിക്ക് നേരിട്ടറിയാം, ആ സ്കൂളുകളെ കുട്ടികളെ അഡ്മിഷൻ എടുക്കും. അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോഴാണ് മാനേജ്മെന്റോ സ്കൂൾ പ്രിൻസിപ്പാളോ
പാരന്റും ഉണ്ടാവില്ല ഈ കുഞ്ഞുങ്ങളെ. ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി ആണെങ്കിലും ADHD ആണെങ്കിലും അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിലും ഈ കുഞ്ഞുങ്ങളെ ഒരു വർഷം മുഴുവനും ഒരു ക്ലാസ്സിൽ നിന്നും വിജയിപ്പിച്ചു വിടാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വവും മറ്റു കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന ഉത്തരവാദിത്വവും ആ കുഞ്ഞിന് ലേണിംഗ് ഡിസബിലിറ്റിയും ഡിസ്ലെക്സി ആയിക്കോട്ടെ, ഡിസ്ഗ്രാഫി ആയിക്കോട്ടെ, ഡിസ്കാൽക്കുലി ആയിക്കോട്ടെ, ഡിസ്പ്രാക്സി ആയിക്കോട്ടെ, ഇത് എല്ലാം തന്നെ മാനേജ് ചെയ്യേണ്ടതും ഒരു അധ്യാപികയാണ്. ഈ അധ്യാപികയ്ക്ക് ബാക്കി 39 38 കുട്ടികളെയും നോക്കണം, ഈ രണ്ടുപേരെയും നോക്കണം. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിനെ ഒരു സ്കൂൾ മാനേജ്മെന്റ് കൊടുക്കത്തുമില്ല. ഇനി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിനെ കൊടുക്കണമെങ്കിൽ മിനിമം 30,000 25,000 രൂപയോ മിനിമം ശമ്പളം കൊടുക്കേണ്ടെന്നുള്ളത് കൊണ്ട് അഫിലിയേഷൻ പേപ്പറിൽ മാത്രം സ്കൂൾ മാനേജ്മെന്റ് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഫയൽ വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ ടീച്ചേഴ്സിന് കൊടുക്കും. ഈ ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നത്? ക്ലാസ്സിനുള്ളിൽ പഠിപ്പിക്കാനുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ അവരൊന്നെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കും. ഈ പണിഷ്മെന്റ് മീൻസ് ഇമോഷണൽ പണിഷ്മെന്റോ അവരുടെ രീതിയിലുള്ള പണിഷ്മെന്റോ കൊടുക്കും. ഇല്ലെങ്കിൽ അവനെ പിടിച്ച് ഇവരിയ്ക്കുന്ന സ്ഥലത്തിരുത്തും. അതുമല്ലെങ്കിൽ നേരെ പ്രിൻസിപ്പലിനോട് പോയിട്ട് പരാതി പറയും, ഈ കുഞ്ഞ് കാരണം എനിക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു ടീച്ചർ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ലേണിംഗ് ഡിസബിലിറ്റി എങ്ങനെ മാനേജ് ചെയ്യണമെന്ന ക്ലാസ്സുകൾ കഴിഞ്ഞ ഒരു വർഷം ഏതാണ്ട് 80 മണിക്കൂറുകളോളം കൊടുത്തിട്ടുണ്ട് പല ടീച്ചേഴ്സിനായി. പക്ഷെ ഇത് അവർക്ക് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ബേസിക്കലി അതിന്റെ കണ്ടിന്യൂസ് മോണിറ്ററിങ്ങും മെന്ററിങ്ങും വേണം. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ സപ്പോർട്ട് വേണം. പാർട്ട് ടൈം ആണെങ്കിലും ആ എഡ്യൂക്കേറ്റർ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അധ്യാപിക അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ എംപത്തറ്റിക്കായ പാവം അധ്യാപകരുടെ അടുത്തേക്ക് കുട്ടികൾ വരുമ്പോൾ അടുത്തൊരു വലിയ സങ്കടം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? കുഞ്ഞുമക്കൾക്ക് ഈ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നതിലുള്ള പാളിച്ചകൾ കൊണ്ട് ഈ ഇൻക്ലൂസീവ് കുട്ടികളുടെ പാരൻസിന്റെ പരാതി വളരെ വലുതാണ്. അവർ നിരന്തരമായി കുട്ടിയെ ടീച്ചർ ഉപദ്രവിക്കുന്നെന്നോ ശ്രദ്ധിക്കുന്നില്ലെന്നോ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ മാനേജ്മെന്റിന്റെ പ്രഷർ, പാരൻസിന്റെ പ്രഷർ, ഈ കുഞ്ഞുങ്ങളുടെ പ്രഷർ, മറ്റു കുഞ്ഞുങ്ങളുടെ പ്രഷർ, ഇതെല്ലാം കൂടെ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാരുടെ അവസ്ഥ വളരെ പരിതാപകരമായി മാറുന്നുണ്ട്. അതാണ് ഈ വെൽബീയിങ്ങിൽ എഴുതിയിരിക്കുന്നത്. ഇൻക്ലൂസീവ് കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കാനും പരിചരിക്കുവാനുമുള്ള നമ്മളുടെ പ്രസന്റ് ടീച്ചിങ് ലേണിംഗ് സിസ്റ്റത്തിൽ ആകെ 14% മാത്രമാണ് അവർക്ക് കഴിവുണ്ടത് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ പറയുന്ന ശതമാന കണക്കുകൾ എൻ്റെ മുമ്പിൽ പുസ്തകമുണ്ടെങ്കിലും അതിൽ ചില തെറ്റുകൾ ഉണ്ടാകാം. എന്നാലും 14-ൽ താഴെ ആവുള്ളൂ, 14-ൽ മേലെ ആവില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുമക്കൾ അങ്ങനെ ഒരു ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ട് എങ്കിൽ നമ്മൾ കുറച്ചുകൂടി എംപത്തറ്റിക്കായ ഒരു സമീപനം പാലിക്കണം നമ്മുടെ ടീച്ചേഴ്സിനോട്. അപ്പോൾ എല്ലാം കൂടി ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവർക്കും A+ കിട്ടിക്കൊണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾ നോക്കൂ, ഓപ്പൺ മീറ്റ് വരും. ഇനിയിപ്പോൾ ഫസ്റ്റ് ഓഗസ്റ്റ് 2 മാസത്തിനുള്ളിൽ ഓഗസ്റ്റ് വരും, ഓണപരീക്ഷ വരും. ഫസ്റ്റ് സെമ്മ് ജൂണിൽ തന്നെ മന്ത്ലി ടെസ്റ്റ് വരും. അറ്റൻഡൻസ് പഠിപ്പിക്കുക, നോട്ട് കറക്റ്റ് ചെയ്യുക, മാനേജ്മെന്റ് കൊടുക്കുന്ന മുഴുവൻ അഡീഷണൽ ഡ്യൂട്ടിയും ചെയ്യുക, നല്ല അഡീഷണൽ സപ്പോർട്ട് ഫാക്ടർ കൊടുക്കുക, നിങ്ങളുടെ എല്ലാവരുടെയും കോൾ അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ കൺസേൺ എല്ലാം ശ്രദ്ധിക്കുക. സർവോപരി ഇനിയിപ്പം കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ കൂട്ടുകാർ ഈ വർഷം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ബഹളം അതുപോലെ പാലിക്കപ്പെടുക, അതൊക്കെ മാനേജ് ചെയ്യുക, വീട്ടിലെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യുക, സാമൂഹിക പ്രശ്നങ്ങൾ മാനേജ് ചെയ്യുക. ഇതിലെല്ലാത്തിലും ഉപരി ഇതെല്ലാം കഴിഞ്ഞിട്ട് A+ കിട്ടാണ്ട് വരുമ്പോൾ പൊട്ടയായ ഒരു ടീച്ചറാണ് എന്ന് ഒരു ലേബലും കൂടെ കൊടുക്കുക. ഇനി വർക്ക് ലൈഫ് സ്ട്രെസ് ഫേസ് ചെയ്യുക, സീനിയർ ജൂനിയർ പ്രോബ്ലംസ് ഫേസ് ചെയ്യുക, സാലറിയുടെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുക, മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഫേസ് ചെയ്യുക. ഇതെല്ലാം ഉള്ളിൽ കണ്ടുകൊണ്ട് ഈ ഒരു സർവേ പറഞ്ഞ പ്രകാരം ദയവ് ചെയ്തിട്ട് പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ, പാരൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുമക്കളോട് പറയുക, ടീച്ചേഴ്സിനോട് എംപത്തറ്റിക്കായിട്ട് പെരുമാറാൻ പറയുക. ടീച്ചർമാർ ഒരുപാട് സ്ട്രഗിൾ ആണെന്ന് പറയുക, ടീച്ചർക്ക് സുഖമാണോ എന്ന് ചോദിക്കുക, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുക. നിങ്ങൾക്കറിയുമോ, ടീച്ചേഴ്സിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്, ഭക്ഷണം ലഞ്ച് പോലും ക്ലാസ് റൂമിൽ ഇരുന്ന് കഴിക്കാനാണ് മാനേജ്മെന്റ് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, അവർക്കും അവരുടേതായ കൂട്ടുകാരുടെ കൂടെ അവരുടെ കൊളീഗ്സിന് കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മൺഡേ ടു ഫ്രൈഡേ അവർ ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഈ 40 പേര് ഫുഡ് കഴിക്കുന്നത് ശ്രദ്ധിക്കണം. 40 പേര് ബഹളം ഉണ്ടാക്കുന്നുണ്ടോ, ടിഫിൻ തട്ടിക്കളയുന്നുണ്ടോ, വെള്ളം തട്ടിക്കളയുന്നുണ്ടോ, ഷെയർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം.
ഇതെല്ലാം ചേർത്താണ് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ ഒരു സ്കൂളിൻ്റെ സിസ്റ്റത്തിന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്നാലൊട്ട് അവർ അർഹിക്കുന്ന ശമ്പളവും അവർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ സർവേ എടുത്ത് നോക്കുമ്പോൾ എമ്പതറ്റിക്കായിട്ട് നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് ജൂൺ തൊട്ടെങ്കിലും പെരുമാറുകയും അവരോട് സംയമനം പാലിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഇപ്പോൾ നമ്മളെപ്പോഴും പറയും, ഞാൻ ഉൾപ്പെടെയുള്ളവർ ഒരുപാട് പറയാറുണ്ട്, അധ്യാപകർക്ക് പരീക്ഷ നടത്തണം, അധ്യാപകർ അപ്ഡേറ്റഡ് ആകണം, അധ്യാപകർ പോക്സോ പഠിക്കണം, അധ്യാപകർ അത് പഠിക്കണം, അധ്യാപകർ ഇത് പഠിക്കണം. ഉള്ളൊരുക്കി തന്നെയാണ് ഞാനും പറയുന്നത്, എപ്പോഴാണ് പഠിക്കേണ്ടത്? മൺഡേ ടു ഫ്രൈഡേ ഉണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ ഡ്യൂട്ടി ഉണ്ടാവും. അല്ലാതെ ഡ്യൂട്ടി ഇല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അല്ലാതെയും ഉണ്ടാവും. പൂർണ്ണമായും ഞാൻ അധ്യാപകരെ ന്യായീകരിക്കുന്നതല്ല എങ്കിൽ പോലും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ ഒരു പ്രൊഫഷണൽ ഗ്രോത്ത്, കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് CPD ആകെ 12% നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെയും കൂടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മാനേജ്മെൻറ്റും പാരൻസും കുട്ടികളും പെരുമാറുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചലഞ്ച് റിലേറ്റഡ് ടു സിസ്റ്റമിക് ഇഷ്യൂസ് എന്നൊരു സാധനമുണ്ട് ഈ വെൽബീയിങ് സർവേക്കകത്ത്. എത്രത്തോളം എൻ്റെ കുഞ്ഞുമക്കളെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നതെങ്കിലും അത് അവർക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അതായത് ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർക്ക് 35% ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ഹൈ പെർഫോമൻസ് ഉള്ള കുട്ടികളെ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ ലോ പെർഫോമൻസ്, അങ്ങനെ ഒരു പെർഫോമൻസ് പേഴ്സണലായിട്ട് എൻ്റെ അജണ്ടയിലില്ല എങ്കിലും അക്കാഡമിക് പെർഫോമൻസ് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാൻ കഴിയുന്നില്ലത്രേ. അതുപോലെ തന്നെയാണ് സിലബസ് ഒരുപാടുണ്ട്, കുറച്ച് സമയത്തിനുള്ളിൽ പഠിപ്പിച്ചു തീർക്കണം. സിലബസ് ഒരുപാടുള്ളത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടുതലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ആവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഇപ്പം നമ്മളൊരു ബൾബ് ചേഞ്ച് ചെയ്യാനാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ബൾബ് മാറ്റാൻ പഠിപ്പിക്കുന്നതിന് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10 മിനിറ്റ്, അതിൻ്റെ സെക്യൂരിറ്റി പാർട്ട് അടുത്ത 10 മിനിറ്റ്. പക്ഷെ അതല്ലല്ലോ നമ്മൾ പഠിപ്പിക്കുന്ന ബൾബ് കത്തിക്കാൻ എടുക്കുന്ന തിയറി. അപ്പോൾ ഇത്തരത്തിലുള്ള ഫെസിലിറ്റേഷൻ ഉള്ളത് കൊണ്ട് ഒരുപാട് സിലബസും കുറച്ച് സമയത്തിനുള്ളിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നോട്ട് കറക്റ്റ് ചെയ്ത് നോക്കി കൊടുത്തില്ലെങ്കിലുള്ള പരാതി ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, കുട്ടികളുടെ പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്യണം, ഹൈ പെർഫോമൻസും ലോ പെർഫോമൻസിൻ്റെ റെമഡിയൽസ് കറക്റ്റ് ചെയ്യണം തുടങ്ങിയ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള പ്രോബ്ലംസ്. അതോടൊപ്പം തന്നെയാണ് പാരൻസിൻ്റെ സപ്പോർട്ട് ഈ സർവേയിൽ ആകെ പറഞ്ഞിരിക്കുന്നത് 20% താഴെ. പാരൻസ് ഒരു ടീച്ചറുമായിട്ട്, ഇപ്പം നമ്മളെ പല സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളൊക്കെ നിങ്ങൾ ഇത് കണ്ടാൽ കരഞ്ഞു പോകും എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ടീച്ചേഴ്സ് എല്ലാം കയറി വരുമ്പോൾ അവരുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന കുട്ടികൾ, ടീച്ചർമാർ കരയുന്നത് ഒക്കെ. നിങ്ങൾ ഒരു ബർത്ത്ഡേയും ആഘോഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് കേക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അവരോട് ഹാപ്പി ആയിട്ട് പെരുമാറാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചയക്കുക എന്നുള്ളതും മാനേജ്മെന്റ് എടുത്താൽ പൊക്കാത്ത കാര്യങ്ങൾ. അതായത് 35% മാത്രമാണ് ടീച്ചിങ് ജോലി. അത് ഞാൻ പറഞ്ഞതല്ല, നാഷണൽ വെൽബീയിങ് സർവേ ഓഫ് ടീച്ചേഴ്സ് 2024 പറഞ്ഞിരിക്കുന്നു സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ചുമതല 35%. അപ്പോൾ ബാക്കി അധിക ചുമതലകളാണ്. ഈ നിങ്ങൾക്ക് അറിയുമോ, ടീച്ചേഴ്സ് ഫീസ് വിളിച്ച് ചോദിക്കുന്ന ചുമതലകൾ വരെയുണ്ട്. എല്ലാ സ്കൂളിലും ഫീസ് കൊടുക്കണമെന്ന് പറയുന്നത് മാനേജ്മെന്റിന് മിനിമം 90 lakhs വരെ മാസ വരുമാനമുള്ള ഒരു മാനേജ്മെന്റ് ചെയ്തത് അവിടുത്തെ 45 ടീച്ചേഴ്സ്, മൊത്തം 120 ടീച്ചേഴ്സ് ഉള്ളതിൽ 45 ടീച്ചേഴ്സിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഫീസ് മേടിക്കാനായിട്ട് വിളിച്ചു പറയാൻ 3:30 ശേഷം 4:30 വരെ ഇരുത്തുകയും അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ബസ്സിൽ നിങ്ങളെ വീട്ടിൽ കൊണ്ടെത്തിക്കാമെന്ന മോഹന വാഗ്ദാനവും പറയുന്ന സ്കൂളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. വിമർശനങ്ങൾ ചിലതെങ്കിലും എൻ്റെ മുഖത്ത് വരുന്നുണ്ട് എങ്കിൽ ഞാൻ അവരുടെ ദുരിതങ്ങൾ നേരിട്ട് കാണുന്നത് കൊണ്ട് കൂടെയാണ്, ഇപ്പോഴെങ്കിലും എനിക്കിത് പ്രതികരിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് കൂടെയാണ്. അപ്പോൾ സ്കൂളിലെ ഈ പറയുന്ന ഫീസ് കളക്ട് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യം, പുതിയ യൂണിഫോം തെക്കയാണ്, സൈസ് ചെറുത്, സൈസ് വലുത്, സൈസ് ടൈറ്റ് ആയിപ്പോയി, സൈസ് ബിഗ് ആൻഡ് സ്മോൾ ആയിപ്പോയി, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെയാണോ ഇടേണ്ടത്, എൻ്റെ കുട്ടിക്ക് കറക്റ്റ് അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബഹളം വെക്കുന്നത് സ്കൂളിൻ്റെ ചെയർമാനോടല്ലല്ലോ, നിങ്ങൾ ബഹളം വെക്കുന്നത് സ്കൂളിൻ്റെ പ്രിൻസിപ്പളോടും അല്ലല്ലോ, നിങ്ങളുടെ കുട്ടിയുടെ ക്ലാസ് ടീച്ചറോടല്ലേ.
ദയവ് ചെയ്തിട്ട് അവരെ വെറുതെ വിടുക. കുറച്ചൊക്കെ ലൂസായിട്ടും ടൈറ്റായിട്ടുള്ള ഉടുപ്പിട്ടാലും നമ്മുടെ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമ്മുടെ കുട്ടിയെ ബോധ്യപ്പെടുത്തുക. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ കുട്ടികളെല്ലാം ഈ വർഷം ഫ്രണ്ട്ഷിപ്പ് മാറിപ്പോയി, ഡിവിഷൻ ഷഫിൾ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ പാരൻസ് എല്ലാവരും കൂടി ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കരുത്. അത് ടീച്ചേഴ്സ് ചെയ്യുന്ന പരിപാടിയല്ല. അത് സ്കൂളിന് ഷഫ്ലിംഗ് എന്ന് പറയുന്ന സോഷ്യോ ഇമോഷണൽ ലേണിങ്ങിൽ കുട്ടികൾ സോഷ്യലി എല്ലാവരുമായി മിങ്കിൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട് സ്കൂൾ മാനേജ്മെൻറ്റും പ്രിൻസിപ്പളും ചെയ്യുന്നതാണ്. അത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി എൻ്റെ കുട്ടി വീട്ടിൽ വന്ന് കരയുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ നിലവിളിയോട് വിളിക്കരുത്. അവർക്കും ഒരു കുടുംബമുണ്ട്, അവർക്കും കുട്ടികളുണ്ട്, അവർക്ക് ഇത്രയും സ്ട്രഗിളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിനുള്ളിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് വർക്ക് ലൈഫിനകത്ത് ടീച്ചേഴ്സിനുള്ള സ്ട്രെസ്സ്. ഇഷ്ടമില്ലാത്തവരുമായി വർക്ക് ചെയ്യേണ്ടി വരിക അതെല്ലായിടത്തും ടീച്ചേഴ്സിനുണ്ട്. പലയിടത്തും ടീച്ചേഴ്സ് എന്താ പറയുക, പ്രൊഫഷണൽ ജലസി, പിയർ ജലസി, കുറേ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ബാധകമല്ല. പക്ഷേ എങ്കിലും ഇത്തരം സ്ട്രഗിൾസ് ഇവർക്കുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യമാണ്, പുതിയ തലമുറ ചാറ്റ് GPT-യിലും പുതിയ പുതിയ AI ഫെസിലിറ്റേഷനിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ഇപ്പോഴും ട്രഡീഷണൽ വേയിൽ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു മൂവ്മെൻറ്റ് പാർട്ടും നിങ്ങളെന്ന പാരൻസിനുള്ള കഴിവുമൊന്നും അവർക്കുണ്ടാകണമെന്നില്ല. പക്ഷേ അവർ അധ്യാപകരാണ്, ആ സ്കൂളിൻ്റെ സിസ്റ്റത്തിനുള്ളിലുള്ളവരാണ് എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങൾ പാരന്റ് ടീച്ചർ മീറ്റിംഗ് വരുമ്പോൾ PTM വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയും കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കുന്നതോടൊപ്പം തന്നെ അധ്യാപകർക്ക് കൂടെ വേണ്ടി നിങ്ങൾ സംസാരിക്കണം. അതായത് പലപ്പോഴായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പല രീതികളിലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ടീച്ചേഴ്സിനോടൊപ്പം മാനേജ്മെൻറ്റിനെതിരെയായിട്ട് കൂട്ടുനിൽക്കുന്ന പല പാരൻസും ഉണ്ടായിരിക്കാം. അങ്ങനെയൊന്നും ചെയ്യാതെ കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ഒരു വെൽബീയിങ് ഹാപ്പി സ്കൂൾ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കാനായി നിങ്ങൾ നിങ്ങളുടെ കുട്ടിമക്കളെ പ്രാപ്തരാക്കി വിടുമെന്ന് തന്നെ കരുതുന്നു. സോ സിസ്റ്റം മാനേജ്മെൻറ്റിൽ ഇത്തരത്തിൽ 8 തലത്തിലുള്ള സർവേകളിൽ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആണെന്നാണ് വെൽബീയിങ് സർവേ പറയുന്നത്. അതുകൊണ്ട് അതും കൂടെ മാനിക്കപ്പെട്ടുകൊണ്ട് ഹൈ പെർഫോമൻസ്, ലോ പെർഫോമൻസ് കുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കുക. ചില മാനദണ്ഡങ്ങൾ മനുഷ്യത്വപരമായി സഹിഷ്ണുത മനോഭാവം കൊടുക്കുക. താങ്ക് യു പറയാൻ കുട്ടികളെ പഠിപ്പിക്കുക. ഒരു കാര്യത്തിൽ മാർക്ക് കുറഞ്ഞാൽ ടീച്ചേഴ്സ് ഔട്ട് ഓഫ് സിലബസ് പഠിപ്പിച്ചു എന്ന് പറയും പോലെ മാർക്ക് കൂടുതൽ കിട്ടിയാലും നിങ്ങളൊരു താങ്ക് യു നോട്ട് ടീച്ചർക്ക് എഴുതാൻ കുട്ടിയെ പഠിപ്പിക്കുക. ടീച്ചർ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുക. ടീച്ചർ എന്താ മൂഡ് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുക. ടീച്ചർക്ക് എന്താ ഞങ്ങൾ ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുക. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷണൽ അനാലിസിസ് 2 ഭാഗത്തും ഉണ്ടാകുന്ന ഒരു സംവിധാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. അതിന് എൻ്റെ ഈ വർത്തമാനങ്ങൾ ഉപയോഗപ്പെടുമെങ്കിൽ വളരെയധികം സന്തോഷം. എന്നെ കുറച്ചുകൂടി ചിന്തിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ വെൽബീയിങ് സർവേയുടെ പേജ് നമ്പർ 40 2.4.1 എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഞാൻ ഏറെ വിഷമത്തോടു കൂടിയും അതിശയത്തോടു കൂടിയും വായിച്ചൊരു കാര്യമാണ്. ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന എൻ്റെ കുഞ്ഞുമക്കളോട് കൂടിയാണെങ്കിലും ആ മക്കൾ ഈ വീഡിയോ ഒന്നും കാണാൻ സാധ്യത കുറവാണ്. പകരം നിങ്ങളെന്ന അധ്യാപകർ, രക്ഷകർത്താക്കളും നിങ്ങളെന്ന അധ്യാപകരും കാണുമെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, അതായത് ഷെയറിങ് സ്ട്രെസ് ടു അതേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഷെയറിങ് സ്ട്രെസ് ടു അതേഴ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് അവരുടെ സ്ട്രെസ് വീട്ടിൽ പറയുന്നത് 51% പേരെ പറയുന്നുള്ളൂ എന്ന്. എന്നപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വീട്ടിൽ പറയാൻ പറ്റുന്ന സാഹചര്യം ബാക്കി 51-ൽ 100 പോയാൽ 49% പേർക്ക് ഇല്ല എന്നുകൂടെയാണ്. അടുത്തത് ഷെയറിങ് ദിസ് ടു ദ കൊളീഗ്സ് 51% കൊളീഗ്സിനടുത്ത് പറയുന്നുണ്ട്. പ്രിൻസിപ്പളുടേതാണ് ഏറ്റവും വലിയ സർവേ. 35% ടീച്ചേഴ്സിന് മാത്രമേ അവരുടെ വർക്ക് സ്ട്രെസ് പ്രിൻസിപ്പളോട് പറയാൻ കഴിയുന്നുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ടാകും. എല്ലാവരുടെയും വീട്ടുകാര്യം കേട്ടുകൊണ്ട് നമുക്ക് ഇരിക്കാനും കഴിയില്ല ലീഡേഴ്സിന്. പക്ഷെ എങ്കിലും അത് പറയാൻ കഴിയുന്നില്ല എന്നത് വെൽബീയിങ് സർവേയിൽ വന്നേക്ക്, നാഷണൽ വെൽബീയിങ് സർവേയിലാണ് ഇത് കിടക്കുന്നത് ടീച്ചേഴ്സിൻ്റെ. പിന്നെ മറ്റൊന്നാണ്, ഈ ഒരു കാര്യം സീനിയർ മോസ്റ്റ് ടീച്ചേഴ്സിനോട് പറയാൻ പറ്റുന്നത് 30% താഴെ. അപ്പോൾ എല്ലാ സ്കൂളിലും സീനിയർ ജൂനിയർ പ്രോബ്ലംസ് ഉണ്ടെന്ന് സാരം. അപ്പോൾ
ഈ മാനേജ്മെന്റും പ്രിൻസിപ്പൽമാരും ശ്രദ്ധിക്കാനുള്ളത്, അതിന് എന്ന് മാറുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കൺസൾട്ടന്റ് ആയിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള മികച്ച സ്കൂളുകളിലും ഞാൻ ഈ അഭിപ്രായം പറഞ്ഞിട്ട് പുറത്താക്കപ്പെട്ടിട്ടേ ഉള്ളൂ. അതായത് പൂർണ്ണമായും സീനിയർ ജൂനിയർ എന്ന് പറയുന്നത് അറിവിന്റെ അടിസ്ഥാനത്തിലാവണം. അല്ലാതെ ഞാൻ താമസിച്ച് ജനിച്ചതുകൊണ്ട് ഞാൻ ജൂനിയറും എനിക്ക് മുന്നേ നേരത്തെ ജനിച്ച ആൾ സീനിയറും ആകുന്നതിനേക്കാൾ നല്ലത് എൻ്റെ അറിവ് കൊണ്ടും എൻ്റെ പ്രാപ്തി കൊണ്ടും എൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് കൊണ്ടും എൻ്റെ സെൽഫ് ഇംപ്രൂവ്മെന്റ് പ്ലാൻ കൊണ്ടും എൻ്റെ പെർഫോമൻസ് ക്രൈറ്റീരിയ കൊണ്ടും എൻ്റെ ലൈഫ് സ്കിൽ കൊണ്ടും എൻ്റെ സ്കിൽ എഡ്യൂക്കേഷൻ കൊണ്ടും എൻ്റെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കൊണ്ടും ഞാൻ മികച്ചതായി മാറുന്ന സംവിധാനത്തിലേക്ക്, ഒരു ഗ്ലോബൽ സംവിധാനത്തിലേക്ക് ഒരു മാനേജ്മെന്റ് ഉയരുമ്പോഴാണ് സീനിയർ ജൂനിയർ തല്ല് ഒരു സ്കൂളിൽ ഇല്ലാതാകുന്നത്. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ടി വരുന്നത് പാരൻസും നിങ്ങളും ഒക്കെ മനസ്സിലാക്കാനുള്ളത്, ആസ് എ കൺസൾട്ടന്റ് ഒരു സ്കൂളിന്റെ സ്ട്രഗിൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു അക്കാഡമിക് ഇയറിന്റെ എൻഡ് ആകുമ്പോൾ പല മെട്രിക്സ് വെക്കും. ചെയർമാൻ, സോറി ടു സേ, ചില ചെയർമാൻ ഇഷ്ടമുള്ളത്, ചില മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റർ, ചില ബൾസാർ, അല്ലെങ്കിൽ ചില സോ. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് ഇന്നയാളെ ഉദ്ദേശിച്ചെന്ന് പറയുന്നുള്ളത് കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ചില സോക്കോൾഡ് ഇസത്തിന്റെ ബേസ് ചെയ്തിട്ടുകൊണ്ട് നമ്മൾ ചില ടീച്ചേഴ്സിനെ 12ാം ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചർ ആക്കുക, ഹയർ സെക്കൻഡറി ക്ലാസ് ടീച്ചർ ആക്കുക. നമ്മുടെ ടീച്ചേഴ്സിന് ധാരണയുണ്ട്, KG കുഞ്ഞു ക്ലാസ്സിലേക്ക് ഇട്ട ഉടനെ ഞാൻ താണതായി പോയി, ഞാൻ ചെറിയ ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചർ ആയി പോയി എന്നൊരു തോന്നലുണ്ട്. ടീച്ചേഴ്സിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഞാനത് പറഞ്ഞു കൊള്ളാമെങ്കിൽ പോലും അത്തരം സ്ട്രഗിളും ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഷഫിൾ ചെയ്യുന്നത് പ്രോബ്ലം ആവുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ അധ്യാപകർക്ക് പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ മിസ്സാകുന്നത്, നല്ല പഠിക്കാത്ത കുട്ടികളെ ഷഫിൾ ചെയ്യുന്നത് തുടങ്ങി മാനേജ്മെന്റ് എടുക്കുന്ന സ്ട്രാറ്റജൈസ് ടെക്നിക്സുകളിൽ ബലിയാടാക്കപ്പെടുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ആ ടീച്ചേഴ്സിന്റെ കഴിവും അവരുടെ ലിമിറ്റഡ് കണ്ടീഷണൽ ടാലന്റുകളും ഒന്നും പോലും നോക്കാതെ അവരെ പല തലങ്ങളിൽ പ്ലേസ് ചെയ്യപ്പെടുന്ന പലവിധ മാനേജ്മെന്റ് എൻറ്റിറ്റികളുണ്ട്. അതുകൊണ്ട് തന്നെ വർക്ക് സ്ട്രെസ് ഷെയർ ചെയ്യുന്നത് വെറും 30% താഴെയാണെന്ന് സർവേ പറയുമ്പോൾ പ്രത്യേകം നിങ്ങളെന്ന രക്ഷകർത്താക്കളും നിങ്ങളെന്ന കുട്ടികളും ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ അധ്യാപകരോട് എംപത്തറ്റിക് ആയ ഒരു അപ്രോച്ച് വേണ്ടേ എന്ന് ശ്രദ്ധിക്കണം. ഒപ്പം ടീച്ചേഴ്സിനോട് പറയാനുള്ള കാര്യമാണെങ്കിലും, നിങ്ങൾ പല സ്കൂളുകളിലും സാലറി ഇൻക്രിമെന്റിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ചെയർമാന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്നതും അതോറിറ്റിയുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നതും ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെയൊന്നും ക്രൈറ്റീരിയയിലൂടെ ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ട, ഇതൊക്കെ ഏത് മാനദണ്ഡത്തിൽ കൊടുക്കുന്നു എന്ന് കൃത്യമായ ഉപാധികൾ CBSEക്കും ബോർഡിനും ഒക്കെ ഉള്ളപ്പോൾ ആ ഉപാധികളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സിസ്റ്റം സംവിധാനങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യരുത് എന്ന് മാത്രമേ പറയാൻ എനിക്കുള്ളൂ. ഒപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുഞ്ഞുമക്കളും പാരൻസും, ജോലി സ്ഥലത്തെ പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നത് 85%. അത് പേടിച്ചിട്ടാണ്. ജോലി സ്ഥലത്തുള്ള ഇപ്പോ ഞാൻ CBSEയുടെ റീജിയണൽ ഓഫീസിലെ ICSEയുടെ എക്സിക്യൂട്ടീവ് പാനൽ മെമ്പറാണ്. അതായത് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി. അതിനുള്ളിൽ ഒരു സ്ത്രീകളിൽ അല്ലെങ്കിൽ സ്ത്രീ തൊഴിലാളികളിൽ സ്കൂളുകളിൽ, CBSEയുടെ സ്കൂളുകളിൽ അവർ ലൈംഗിക അതിക്രമങ്ങളും മാനസിക സാമൂഹിക അതിക്രമങ്ങൾക്കും ഇരയാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പാനലിൽ ഞാനുണ്ട്. പക്ഷേ വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇതൊന്നും ടീച്ചേഴ്സിന് അറിയില്ല, ഇതൊന്നും നമ്മൾ പഠിപ്പിക്കാനും പോകുന്നില്ല. ഒരുപാട് അധ്യാപകർ ഈ എല്ലാ പ്രശ്നങ്ങളും സഫർ ചെയ്തിട്ട് ജോലി പോകരുതല്ലോ, കുടുംബം നോക്കണമല്ലോ, നമ്മളിതൊക്കെ മാനേജ് ചെയ്യണമല്ലോ, ചില ആളുകളൊക്കെ കാണിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ട് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വിമർശിക്കണം. ഇതിങ്ങനെ ആയാൽ പോരാ എന്ന് പറയുമ്പോൾ, പേടിയാണോ മാഡം, ഞങ്ങളുടെ ജോലി പോകും, ഞങ്ങളുടെ കുടുംബത്തെ ബാധിക്കും എന്നുവരെ പറയുന്ന ഒരുപാട് സംവിധാനങ്ങൾ വ്യക്തിപരമായി ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് പ്രിയപ്പെട്ട ടീച്ചേഴ്സിന്റെ സങ്കടങ്ങൾ
നിങ്ങളും കൂടെ കാണേണ്ടതുണ്ട് എന്നത്. ഇതൊന്നും എനിക്ക് ഇടപഴകാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ തന്നെ മീഡിയയിലൂടെ നിങ്ങളോട് ഇത് കോൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. മറ്റു കാര്യങ്ങൾ എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എമ്പതറ്റിക് ആയിട്ട് എൻ്റെ അധ്യാപകരോട് നിങ്ങൾ പെരുമാറാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് സ്ട്രെസ് പുറത്തു പറയാൻ കഴിയില്ല എന്നാണ് സർവേ പറയുന്നത്. അത് കഴിയുന്നതിന് വേണ്ടിയിട്ട് പ്രാപ്തമാക്കേണ്ടത് മാനേജ്മെന്റ് ആണ്. ഇപ്പൊ നില സ്കൂൾ ഓഫ് ഹാപ്പിനെസിന്റെ ഫൗണ്ടർ ഡയറക്ടർ എന്ന നിലയിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ എംപ്ലോയീസിനെ ഞാൻ എൻ്റെ കൊളീഗ്സ് എന്നാണ് പറയുന്നത്. ഞാൻ അവരോട് പറയാറുണ്ട്, ആർ യു ഹാപ്പി എന്നതിനേക്കാൾ ഉപരി ക്രിട്ടിസൈസ് യുവർ ഓർഗനൈസേഷൻ ദെൻ ഐ കൻ ഇംപ്രൂവ് എ ലോട്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു സ്കൂൾ മാനേജ്മെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കുന്നുണ്ടോ? സാലറി മാത്രമല്ലല്ലോ, വർക്ക് സാറ്റിസ്ഫാക്ഷൻ അവർക്കുണ്ടോ? വർക്കിൽ അവർക്ക് ഗ്രോത്ത് ഉണ്ടോ? അവർക്ക് ട്യൂഷൻ എടുക്കാൻ പാടില്ല എന്നുണ്ട്, നമുക്ക് CBSE റൂളുണ്ട്. അപ്പോൾ അധികമായ ഒരു വരുമാനത്തിലേക്ക് അധ്യാപകർ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവർക്കുള്ള വരുമാനം പ്രാപ്തമല്ലാതാകുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് പ്രാപ്തമാക്കി കൊടുക്കണമെങ്കിൽ അവരുടെ വർക്ക് പെർഫോമൻസ് കൂട്ടേണ്ടതുണ്ട്. അതിന് നമുക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. പല സ്ഥലങ്ങളിലും ട്രെയിനിങ് ആയി പോകുമ്പോൾ അവർ പറയുന്നത്, സമയമില്ല സെലീന, പബ്ലിഷേഴ്സിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ടീച്ചേഴ്സ് ഹെക്റ്റിക്കാണ് എന്നാണ്. ട്രെയിനിങ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അല്ലാതെ ട്രെയിനിങ് ഒരു എക്സ്പെൻസ് അല്ല. അപ്പോൾ ഇതെല്ലാം ബാധിക്കുന്നത് ഒരു കൂട്ടം കുഞ്ഞുമക്കളെയാണ്. സോ ഫാർ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് മൈ ചിൽഡ്രൻ, ബി എംപതറ്റിക് ടു മൈ ടീച്ചേഴ്സ് ഓർ അവർ ടീച്ചേഴ്സ്. ഞാനിതിൻ്റെ എൻ്റെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ടീച്ചേഴ്സിനുള്ള വെൽബീയിങ് സപ്പോർട്ട് 55 മണിക്കൂർ ഒരു വർഷം അവർക്ക് കൊടുക്കണമെന്ന് നിയമപരമായ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് കുഞ്ഞുങ്ങളെ. പക്ഷേ നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു എന്നത് ഈ സർവേ ടീച്ചേഴ്സിലേക്ക് തന്നെ പഠനം നടത്തിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ടോട്ടലി 38% മാത്രമാണ് എന്നാണ്. വെൽബീയിങ് സപ്പോർട്ട് ടീച്ചേഴ്സിനൊരു ഇൻ ഹൗസ് ജിം ഫെസിലിറ്റി, ജിം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ മസിൽ കിട്ടുന്ന ജിം മാത്രമല്ല, ജിം ഫെസിലിറ്റി, ഒരു മൂവിങ് മെഡിറ്റേഷൻ ഫെസിലിറ്റി, അവർക്കൊരു മെഡിറ്റേഷൻ ഹബ്ബ്, അവർക്ക് ജുംബ, അവരുടെ വെൽബീയിങ്, അവർക്ക് അവർക്കായിട്ടൊരു ഡയറ്റ് കിച്ചൺ ഓർ മേ ബി ഒരു ഡയറ്റീഷ്യൻ സ്കൂളിൽ ഇടയ്ക്ക് വരിക, അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ കോൺഫിഡൻഷ്യലി. ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 14% താഴെ മാത്രമാണ് ഒരു സ്കൂള് അവരുടെ ടീച്ചേഴ്സിന് കോൺഫിഡൻഷ്യൽ ഓപ്പൺ ടോക്കിന് വേണ്ടി ഒരു കൗൺസിലർ സപ്പോർട്ട് കൊടുക്കുന്നത് എന്ന്. ഈ സർവേ നടത്തിയ NCERT ഉൾപ്പെടെയുള്ളവർ എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ 14% താഴെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരു സ്കൂളിൻ്റെ ബാക്ക് പില്ലേഴ്സ് ആയിട്ട് അവരെ പിടിച്ചു നിർത്തി അഡ്മിഷൻ എടുക്കണം, ടെലികോളിംഗ് ചെയ്യണം, പാരൻസിൻ്റെ ഗ്രിവൻസസ് കേൾക്കണം, PTA മീറ്റിങ്ങുകൾ കൂടണം, കുട്ടികളെ ഫുൾ പഠിപ്പിക്കണം, എക്സ്ട്രാ വർക്കും 38% ടീച്ചിങ്ങും ബാക്കി 100-ൽ എത്രയാണോ അത്രയും എക്സ്ട്രാ വർക്ക് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്യൂട്ടി ചെയ്യണം, ഒരു ടീച്ചർ പെട്ടെന്ന് മാറിപ്പോയാൽ ആ ടീച്ചറിൻ്റെ ജോലി പകരം ചെയ്യണം, എല്ലാ സബ്ജക്റ്റുകളിലും മാർക്ക് മേടിപ്പിക്കണം. സ്കൂളിൻ്റെ ഓർഗനൈസേഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വെറും 14% മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിലെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ നോ സപ്പോർട്ട് പ്രൊവൈഡഡ്. ഒരു മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിൽ 100-ൽ 21% സപ്പോർട്ട് കൊടുക്കുന്നേയില്ല എന്ന് നാഷണൽ സർവേ പറയുന്നു ടീച്ചേഴ്സിന്. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ വെൽബീയിങ്, പ്രൊഫഷണൽ എത്തിക്സ് പഠിപ്പിച്ചുകൊണ്ട് പ്രൊഫഷണൽ വെൽബീയിങ് കൊടുക്കുന്നത് വെറും 2% മാത്രമാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അതിൽ 15% സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേറെ സർവേകൾ പുറത്തു നിൽക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ട്രെസ് വന്നിട്ട് നിങ്ങൾ കുട്ടികളെ ഒന്ന് തല്ലുകയോ, തല്ലുന്നവരൊന്നും ഇല്ല കേട്ടോ, എല്ലാവർക്കും പേടിയാണ്. ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, ടീച്ചേഴ്സ് എല്ലാം കൂട്ടിലെ കിളികളാണ്, അവരെ ഇങ്ങനെ നിങ്ങൾ ഉപദ്രവിക്കരുത്, നിങ്ങളുടെ കുട്ടികളുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അവരെ നിങ്ങൾ വളർത്തുന്നത് പോലെയല്ല ടീച്ചേഴ്സ് നോക്കേണ്ടത്, ടീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്, നിങ്ങൾ അവർക്ക് ഫ്രീഡം കൊടുക്കൂ എന്ന് പറയുമ്പോൾ ഇതെല്ലാ മാനദണ്ഡങ്ങളും
മനസ്സിലാക്കിക്കൊണ്ട്, എനിക്കറിയില്ല ഞാനിങ്ങനെ കമൻറ്റോ ലൈക്കോ ഷെയറോ ബേസ് ചെയ്തിട്ടല്ല ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അറിവുകൾ കർശനമായും സയൻറ്റിഫിക് ആണ് എങ്കിൽ തുറന്നു പറയുകയാണ്. അതിപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് 1 വർഷമായിട്ട് ഞാൻ ഇത് പറച്ചിൽ തുടങ്ങിയത്. അതുകൊണ്ട് കുറച്ചെങ്കിലും എമ്പത്തറ്റിക് അപ്രോച്ച് ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ടീച്ചേഴ്സിൻ്റെ സങ്കടങ്ങളെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. മുതിർന്ന കുട്ടികളോട് എൻ്റെ അഭിപ്രായം, നിങ്ങൾക്ക് ഡിജിറ്റൽ ഡിറ്റോക്സ്, മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട എന്നെല്ലാവരും പറയുമ്പോൾ ഡിജിറ്റൽ ഡിറ്റോക്സ് തൊട്ട്, നിങ്ങളുടെ സോഷ്യോ ഇമോഷണൽ ഇഷ്യൂസ് തൊട്ട്, ടീനേജ് പ്രശ്നങ്ങൾ തൊട്ട്, നിങ്ങളുടെ അറഗൻസ്, അഗ്രഷൻ, നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ഷട്ടപ്പ് പറയുന്ന എത്രയോ കുട്ടികളെ എനിക്കറിയാം. ടീച്ചേഴ്സിനോട് പല ടീച്ചേഴ്സും ക്ലാസ്സിനുള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ടീച്ചേഴ്സിന് ഞാൻ കഴിഞ്ഞ 1 വർഷം ട്രെയിനിങ് കൊടുക്കുമ്പോൾ ക്ലാസ്സിൽ വെച്ച് മറ്റു കുട്ടികളുടെ മുമ്പിൽ ടീച്ചേഴ്സിനോട് കയർത്ത് സംസാരിച്ചാൽ, നല്ല കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഷോ ഓഫ് കാണിച്ച് ഒരു ടീച്ചറോട് കയർത്ത് സംസാരിച്ചാൽ ഹീറോയിക് ആകുന്ന ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, എന്ത് തെറ്റ് ചെയ്താലും കുട്ടികളെ ന്യായീകരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടീച്ചേഴ്സിനെയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരണ ശേഷിയിൽ സംയമനം പാലിച്ചു കൊണ്ടുപോകുക. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഇതിലൊരു കൂട്ടം ടീച്ചേഴ്സ് ഇനിയും മാറേണ്ട, ഇനിയും മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു 80% ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ. ഞങ്ങളുടെ ഗ്ലോബൽ ഹാപ്പി സ്കൂൾ പ്രോജക്റ്റിൽ ടീച്ചർ വെൽബീയിങ് പ്രോജക്റ്റ് ഞങ്ങൾ കൊടുക്കുന്നത് ഈ മേഖലയിലാണ്. ഈ മേഖലയിൽ കൊടുത്തിട്ട് ടീച്ചേഴ്സിൻ്റെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് കൂട്ടി, സെൽഫ് എസ്റ്റീം കൂട്ടി, സെൽഫ് വർത്ത് കൂട്ടി, ദെൻ ഇമോഷണൽ ഇൻ്റലിജൻസ് EI കൂട്ടി, DQ കൂട്ടി, ഞങ്ങൾ കഴിഞ്ഞ 1 വർഷം ഒരുപാട് അധ്യാപകരെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ഇൻഹാൻസ് ചെയ്യാനും റിട്ടേറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് തരുമ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരു കൂട്ടായ്മയോടുകൂടിയാണ് ചെയ്യേണ്ടതെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ഒരു വീഡിയോയിലുടനീളവും മാനേജ്മെൻറ്റിനെയോ പ്രിൻസിപ്പളിനെയോ കൂട്ടുകാരെയോ കുഞ്ഞുങ്ങളെയോ രക്ഷകർത്താക്കളെയോ ബ്ലെയിം ചെയ്തതായിട്ട് കരുതരുത്. ഇത് സർവേയുടെ ബേസിസിൽ ഞാൻ നൽകിയ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു PDF ആയിട്ട് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ളവർക്കും എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും സമയം പോലെ ഇത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു പഠിക്കുക, മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, സ്കൂൾ തുറക്കുകയാണ്. പരമാവധി കോപ്പറേറ്റ് ചെയ്യുക. നിങ്ങളുടെ ചിന്തകൾക്കും വിചിന്തനങ്ങൾക്കും അതീതമായാണ് ഞങ്ങളെല്ലാം പെരുമാറുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അധ്യാപകരോട് എമ്പതറ്റിക് ആവുക. കാരണം ദേ ആർ ദ ഷെൽട്ടറിങ് ഏഞ്ചൽസ്, ദേ ആർ ദ നേഷൻ ബിൽഡേഴ്സ്, ദേ ആർ മോർ ദാൻ യുവർ പാരൻസ്, യുവർ സെക്കൻഡ് പാരൻസ്. അവരാണ് നിങ്ങളെ കൂടുതൽ. രാവിലെ നിങ്ങൾ 8 മണിക്ക് അവിടെ നിന്ന് വീട്ടിൽ 4:30 തിരികെ പോവുകയോ 5:30 പോകുന്നതിനിടയിൽ നിങ്ങൾ കുറച്ച് സമയം ഭക്ഷണം കഴിക്കുകയോ പഠിക്കുകയോ ട്യൂഷന് പോവുകയോ ചെയ്തിട്ട് ഉറങ്ങുന്നതിനിടയിൽ ഉണർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ രക്ഷകർത്താക്കളായിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരാണ്. സോ അവരോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. സെലീന ഹിയർ.